കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനം തുറന്നുകാട്ടണമെന്ന പ്രധാനമന്ത്രിയുടെ കത്തിനെതിരെ കോൺഗ്രസ്. ഒരു നുണ 1000 തവണ ആവർത്തിച്ചാൽ സത്യമാകില്ല. പരാജയം ഒഴിവാക്കാൻ നുണപ്രസംഗങ്ങൾ നടത്തിയ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയെ ജനങ്ങൾ ഓർക്കും. കോൺഗ്രസ് പ്രകടന പത്രികയുടെ ഉള്ളടക്കം മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. രാജ്യത്തെ ജനങ്ങളാണ് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കെന്നും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, പ്രധാനമന്ത്രി സ്ഥാനാർത്ഥികൾക്കയച്ച കത്തിലൂടെ മോദിയെ കടന്നാക്രമിക്കുന്ന ഖർഗെയെ നമ്മൾ കാണുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ വിഷയങ്ങളാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ ഉയർത്തുന്നത്? സുജയ, മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA സ്ഥാനാർത്ഥികൾക്ക് ഒരു പ്രധാനമായും കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും എതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായത്. പ്രത്യേകിച്ച് OBC SC ST സംവരണം കോൺഗ്രസ് എടുത്ത് അവരുടെ വോട്ട് ബാങ്ക്, അതായത് മുസ്ലിങ്ങൾക്ക് നേരെ ശ്രമം നടക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അതിൽ പ്രതിപാദിക്കുകയും ചെയ്തു. അതിൽ പ്രചാരണം നടത്തണം എന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ആ കത്തിന് എതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മറ്റൊരു കത്ത് പ്രധാനമന്ത്രിക്ക് അയച്ചുകൊണ്ടാണ് ഇതിൽ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. കാരണം ഇതിൽ പറയുന്നത് ഒരു നുണ പലതവണ പറഞ്ഞാലും സത്യമാകില്ല എന്നുള്ളതാണ്. പരാജയ ഭീതിയാൽ പ്രധാനമന്ത്രി പല കാര്യങ്ങളും പറയുകയാണ്, താൻ മനസ്സിലാക്കുന്നു എന്നുകൂടി അതിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നുണപ്രചാരണം അവസാനിപ്പിക്കണം എന്നുകൂടി ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും ഇതിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വളരെ ലളിതമാണ്. ആളുകൾക്ക് അത് കൃത്യമായി തന്നെ മനസ്സിലാവും. വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നടക്കം, പ്രത്യേകിച്ച് യുവനായി അതോടൊപ്പം തന്നെ നാരീനായി അടക്കമുള്ള വിഷയങ്ങൾ കൂടി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒപ്പം ഈ SC ST OBC സംവരണം തങ്ങളുടെ വോട്ട് ബാങ്ക് നൽകും എന്നാണ് കോൺഗ്രസിനെതിരെ നിരന്തരം താങ്കൾ ആരോപണം ഉന്നയിക്കുന്നതായി ഈ കത്തിൽ പറയുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളാണ്. അത്തരത്തിൽ എല്ലാ ജനങ്ങളും ഈ രാജ്യത്തെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ്. അത്തരത്തിൽ ഉള്ളൊരു പ്രചരണം നുണയായി തന്നെ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ഇതിൽ വ്യക്തമാകുന്നത്. കഴിഞ്ഞ 10 വർഷമായി പ്രീണന രാഷ്ട്രീയം കളിക്കുന്നത് BJPയും BJPയുടെ മന്ത്രിമാരുമാണ് എന്നുകൂടി ഇതിൽ വിമർശനം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ചൈനീസ് കടന്നുകയറ്റം അടക്കമുള്ള ചൈനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം പ്രധാനമന്ത്രി കൃത്യമായി മൗനം പാലിക്കുകയാണ് എന്നടക്കമുള്ള വിഷയങ്ങൾ കൂടി എന്താണെങ്കിലും ഇതിൽ കൃത്യമായി പ്രതിപാദിക്കുകയാണ്. ഭിന്നിപ്പുണ്ടാക്കി അത്തരത്തിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയായി തന്നെ രാജ്യം അങ്ങേ ഓർക്കും എന്നടക്കമുള്ള കാര്യങ്ങളും ഇതിൽ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ കത്ത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായിരുന്നതാണെങ്കിലും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു കത്ത് അയക്കുന്നത്. നേരത്തെ ഇതിനു മുൻപ് ഇതിപ്പോൾ രണ്ടാമത്തെ കത്താണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിക്ക് ഖർഗെ അയക്കുന്നത്. നേരത്തെ ഈ കോൺഗ്രസിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെയും പ്രകടന പത്രിക എന്താണെന്ന് പഠിപ്പിക്കാൻ നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.